ആണല്ലയോ എന്നാ മറക്കുന്ന ഞാനറിയാം. ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു വയനാടൻ ട്രാവലർ. ഇപ്പം നമ്മൾ ഷിമോഗ വന്നിട്ട് വ്ളോഗൊന്നും ചെയ്തിട്ടുണ്ടായില്ല. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് എക്സാമും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഇന്നൊരു എക്സാം കഴിഞ്ഞു, ഇനിയിപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ട് എക്സാം ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ഇവിടെ അടുത്തുള്ള ഡാമിലേക്ക് വന്നാണ്. ഷിമോഗ വന്നിട്ട് ഷിമോഗത്തെ കാഴ്ചകളൊക്കെ നമ്മൾ കാണണ്ടേ? ഭദ്ര ഡാം. അപ്പോൾ നമ്മളിപ്പോൾ ഭദ്ര ഡാമിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് നടക്കാണ്ട്. ഇപ്പോൾ നമ്മൾ ഗേറ്റിൻ്റെ അവിടെയാണ് നിൽക്കുന്നത്. ഇതാ നമ്മുടെ എല്ലാ മല്ലു ഗേൾസും ഉണ്ട്, മല്ലു ബോയ്സും ഉണ്ട്. എടാ ഒരു ഹായ് പറ. അപ്പോൾ എന്തായാലും നമുക്ക് പൊളിക്കാം. ഇനി നമുക്ക് ഡാമിൻ്റെ അവിടെ പോയിട്ട് കാണാം. കുറച്ച് നടക്കാണ്ട്, അവിടെ വരെ നടന്നിട്ട് നമുക്ക് അവിടെ എത്തിയിട്ട്. നടുവിൽ നിൽക്കുന്ന കുട്ടീൻ്റെ പേര് ഷാരോൺ എന്നാണ്. അവൾ വീണിട്ട് അവളുടെ കാലൊക്കെ മുറിഞ്ഞു, അവൾക്ക് നടക്കാൻ വയ്യ. അതുകൊണ്ടാണ് ഇപ്പോൾ പിടിച്ചു കയറ്റുന്നത്. വികലാംഗയാണ്, വികലാംഗ ഞൊണ്ടി. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഡാമിൻ്റെ ഏറ്റവും മേലെത്തി. ഇവിടെ നിന്നുള്ള വ്യൂ ഉണ്ടോ? അടിപൊളിയല്ലേ? ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട്. നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ തന്നെ ഇന്ന് ഒരുപാട് ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട്. കാരണം കുറേ ഡിപ്പാർട്ട്മെൻറ്റുകാരുടെ എക്സാമൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഒരുപാട് പേര് അവസാനത്തെ ദിവസം ഫൈനൽ ഇയർ ഒരു പഠിത്തം കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അങ്ങനെ അവസാനത്തെ ക്യാമ്പസ് ലൈഫ് എൻജോയ് ചെയ്യാൻ വേണ്ടി ഒരുപാട് പേര് വന്നിട്ടുണ്ട്. എന്താ ഒഫീഷ്യൽ ക്യാമറമാൻ വിത്ത് ബ്യൂട്ടി. ഇതൊക്കെ നമ്മുടെ ടീം തന്നെയാണ്. ഇവർ ഇംഗ്ലീഷിൽ നിന്നുള്ള സ്റ്റുഡൻസാണ്. പിന്നെ അതാ ഇപ്പോൾ വരുന്നത് നമ്മുടെ ടീംസ്. അതിൽ ബയോസയൻസിൽ ഒരു കുട്ടിയുണ്ട്. പിന്നെ ഇതൊക്കെ വേറെ ഒരു ടീംസാണ്. നമ്മുടെ ടീംസ് ഇവിടെ വെള്ളത്തിലേക്ക് ഇറങ്ങാൻ വേണ്ടി പോയിട്ടുണ്ട്. ഇന്ന് ഇപ്പോൾ സമയം 4:30 ആയി. പക്ഷെ അധികം വെയിലൊന്നുമില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഇവിടെ നല്ല ഭംഗി, നല്ല അടിപൊളിയായിട്ട് വ്യൂ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. എടി താഴേക്ക് ഇറങ്ങില്ല, ഇറങ്ങിക്കോ. അതിന് വെള്ളത്തിലേക്ക് ഇറങ്ങണ്ട, അവിടെ പോയിരിക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, എങ്ങനെയുണ്ട് സ്ഥലമൊക്കെ? എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? നമ്മുടെ കൂടെയുള്ള ടീംസൊക്കെ അതാ അങ്ങോട്ടേക്ക് ഇറങ്ങി. ഞാൻ അതാ കുറച്ച് അവിടെ വരെ നടന്നിരുന്നു വീഡിയോ എടുത്തുകൊണ്ടിട്ട്. അപ്പോൾ അവരങ്ങോട്ട് ഇറങ്ങിയപ്പോൾ ഞാനും തിരിച്ച് നടന്നതാണ്. ഒരുവിധം നമ്മുടെ യൂണിവേഴ്സിറ്റിക്കാർ മൊത്തം ഇങ്ങോട്ട് വന്നിട്ടുണ്ട് തോന്നുന്നു. എക്സാം കഴിഞ്ഞ സന്തോഷം. ഇവിടെ ഇപ്പോൾ താഴേക്ക് ഇറങ്ങിയതിന് ഇവിടുത്തെ സ്റ്റാഫ് വന്നിട്ട് നമ്മളെ ചീത്ത പറഞ്ഞാണ് താഴേക്ക് ഇറങ്ങാൻ പാടില്ല, കാരണം വെള്ളത്തിലേക്കൊന്നും ഇറങ്ങാൻ പാടില്ല. ഇതെന്തോ പൂജ ചെയ്യാൻ വേണ്ടിയിട്ട് അവരങ്ങോട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ അതാ അവർ ചീത്ത പറയുന്നുണ്ട് അവിടുന്ന്. അപ്പോൾ അതാ ഇവിടുത്തെ സ്റ്റാഫിൻ്റെ നല്ല അടിപൊളി ചീത്തയൊക്കെ കേട്ട് നമ്മുടെ ഗേൾസൊക്കെ ചമ്മി ഇങ്ങോട്ട് കയറി വന്നിട്ടുണ്ട്. എന്താ വരുന്നുണ്ടോ? ശരിക്കും വെള്ളത്തിലേക്ക് ഇറങ്ങുന്നതിന് കുഴപ്പമൊന്നുമില്ല, കുഴപ്പമുണ്ട്. സാധാരണ ഇറങ്ങുമ്പോൾ ആരും അങ്ങനെ ഒന്നും പറയാറില്ല. ഇന്നിപ്പോൾ അവർ ഈ വഴി പോയപ്പോൾ ഗേൾസ് എല്ലാവരും കൂടി അവിടെ കിടന്ന് ഭയങ്കര അലമ്പാക്കിയനാണ് പുള്ളി വന്നിട്ട് ഇപ്പോൾ ചീത്ത പറഞ്ഞത്.
ഇതൊക്കെ നമ്മുടെ യൂണിവേഴ്സിറ്റി ഉള്ളവർ തന്നെയാണ് കേട്ടോ. അവരൊക്കെ എംബഡ് ഡിപ്പാർട്ട്മെൻറ്റാണ്, സ്പോർട്സ് ഡിപ്പാർട്ട്മെൻറ്റുകാരാണ്. അവരുടെ എക്സാം കഴിഞ്ഞതിൻ്റെ സന്തോഷം ആഘോഷിക്കാൻ വേണ്ടി വന്നതാണ്. നമ്മളെപ്പോലെ തന്നെ, എല്ലാവരും നമ്മളെപ്പോലെ തന്നെ. ഇവിടെ നിന്നുള്ള വ്യൂ ഉണ്ടോ, അടിപൊളിയാണ്. കൊടുക്കണ കുട്ടിക്ക്, കുട്ടി അതൊക്കെ കരയുന്നു. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എങ്ങനെയുണ്ട് വ്യൂ ഒക്കെ? എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ഇതാ ഇവളുടെ ക്ലാസ് ആട്ടോ, നൈസിൽ അടിച്ചു മാറ്റി. നമ്മളിപ്പോൾ ഭദ്ര ഡാമിൻ്റെ ഉള്ളിലൂടെയാണ് നടക്കുന്നത്. ഇതാ ഇവിടുന്ന് ചെറിയൊരു വഴിയുണ്ട് അങ്ങോട്ട്, ഡാമിൻ്റെ അങ്ങോട്ടേക്ക് ഇറങ്ങാൻ. നമ്മൾ അവിടെയൊക്കെ ഇറങ്ങുമ്പോൾ ആൾക്കാർ വന്നു കഴിഞ്ഞാൽ സീനാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ ആകുമ്പോൾ പിന്നെ ആൾക്കാരൊന്നും വരില്ല. അങ്ങോട്ടേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ആരും കാണൂല. ഞങ്ങളിതിന് മുമ്പ് നമ്മളൊരു ഗാന്ധി ജയന്തിൻ്റെ അന്ന് ഇവിടെ വന്നിട്ടൊരു വീഡിയോ ചെയ്തിരുന്നു. അന്ന് നമ്മളിവിടെ വന്നിട്ട് കുളിക്കുകയൊക്കെ ചെയ്തിരുന്നു. അന്ന് അടിപൊളിയായിരുന്നു. പിന്നെ നമുക്ക് കുറച്ച് അവിടെയായിട്ടൊരു ടെമ്പിൾ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് ടെമ്പിളിൻ്റെ അവിടേക്ക് നമുക്ക് പോകാൻ പറ്റില്ല, അവിടെ ക്ലോസ് ആണ്. പിന്നെ നമ്മൾ നടക്കുന്ന എങ്ങോട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മെയിൻ പാർട്ടിലേക്കാണ്, അഥവാ അവിടെ ഷെൽട്ടറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ അതൊക്കെ ഓപ്പൺ ആക്കിയിട്ടാണുള്ളത്. ഇനി നമുക്ക് അങ്ങോട്ട് മുമ്പോട്ട് പോകുമ്പോൾ ഇവിടെ ഒരു വ്യൂ പോയിന്റ് വരുന്നുണ്ട്. എന്താ ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഇവിടുന്ന് മേലേക്ക് സ്റ്റെപ്പ് ഉണ്ട്. അതിലേ പോയി കഴിഞ്ഞാൽ അവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് വേണം നമ്മുടെ ഷട്ടറിൻ്റെ അവിടേക്ക് പോകാൻ. നോക്ക് വ്യൂ എങ്ങനെ ഉണ്ട് നോക്ക്, അടിപൊളിയല്ലേ? ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് ദ്വീപുകൾ വരുന്നുണ്ട് കേട്ടോ. അവിടെ ഒരു വലിയ ദ്വീപ് വരുന്നുണ്ട്. പിന്നെ അവിടെ കുറേ ദ്വീപുകൾ വരുന്നുണ്ട്. പിന്നെ നമുക്ക് പോകാൻ പറ്റിയൊരു ദ്വീപ് അവിടെ ഉണ്ട്, നമ്മുടെ യൂണിവേഴ്സിറ്റിനോട് ചേർന്ന്. നമ്മുടെ യൂണിവേഴ്സിറ്റി ഏതാണ്ട് അവിടെയാണ്. അവിടെ നിന്ന് ഇങ്ങോട്ട് മെയിൻ റോഡ് വരികയാണെങ്കിൽ 3 കിലോമീറ്ററോളം വരാണ്ട്. പക്ഷെ നമ്മൾ കുറുക്ക് വഴി വരുമ്പോൾ അത് ഏതാണ്ട് 1 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ നമുക്ക് ഡാമിൻ്റെ ഇവിടെ എത്താം. രാഹുൽ അവിടെ എത്തി. ഇനി നമുക്കും പോവാം. കുട്ടിക്ക് കാലുവേദന ആയതുകൊണ്ട് ഇറങ്ങാനൊന്നും പറ്റുന്നില്ല. ഇങ്ങോട്ടേക്ക് ഇറങ്ങുന്നോടത്തുണ്ടോ കുറച്ച് കാടൊക്കെയാണ്. ഇത് ചായയോ സഹായാണോ ചോദിച്ചത്? ഇറങ്ങണ്ട. ഇപ്പോൾ ഭയങ്കര ആളാണ്. ഞങ്ങളൊന്ന് ചാടിയത് അവിടെ. ആണല്ലയോ? എന്നാ മടക്കുന്ന ഞാൻ ഇറങ്ങാം. മടക്ക്, നീ കയറി. എവിടാ? അയ്യോ എൻ്റെ ഷൂ ഒക്കെ നനയിപ്പോ. എവിടെ? അയ്യോ എവിടെ? അതിനുള്ളിൽ നല്ല അടിപൊളി ഒരു പാമ്പുണ്ട്. നോക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ താഴേക്ക് ഇറങ്ങിയപ്പോൾ അടിപൊളി വ്യൂ ഒക്കെയാണ്. അവിടെ നല്ല അടിപൊളി ഒരു അണലിക്കുഞ്ഞും. അപ്പോൾ പിന്നെ ഞങ്ങൾ അധികം നേരം നിന്നില്ല, കാരണം അതിൻ്റെ തുണയോ അല്ലെങ്കിൽ വേറെ പാമ്പൊക്കെ ഉണ്ടെങ്കിൽ സീനായിരിക്കും. ഗേൾസിനൊന്നും ഓടാൻ കൂടി പറ്റൂല. അപ്പോൾ ഞങ്ങൾ തിരിച്ചു വന്നു. ഇവിടെ നിന്നുള്ള വ്യൂ ഉണ്ടോ?
പിന്നെ നമുക്ക് ഇവിടെ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഭദ്ര ടൈഗർ റിസർവ് എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ട്, വൈൽഡ് ലൈഫ് സാങ്ച്വറി ഉണ്ട്. അതിൻ്റെ ഉള്ളിലാണ് ഈ ഡാം സ്ഥിതി ചെയ്യുന്നത്. നമ്മുടെ ടീംസാണ് കേട്ടോ ഈ ബേക്കിൽ വരുന്നത് മൊത്തം. ഒരു പടയ്ക്കുള്ള ആൾ തന്നെ ഉണ്ട്. പിന്നെ എന്നെ എന്താ പറയാനുള്ളത്, പിന്നെ ഭദ്ര റിവറിന് കുറുകെയാണ് ഈ ഡാം നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ നല്ല അടിപൊളി വ്യൂ ആട്ടോ ഇവിടുന്ന്. ഇപ്പോൾ കാറ്റൊക്കെ നല്ല അടിപൊളിയായിട്ട് കയറി വന്നിട്ടുണ്ട്. നമ്മളിതാ ഇതിൻ്റെ ടോപ്പിലെത്തി. ഇതാ ഒരുത്തന്നെ ഇതാ കുരങ്ങനെ പോലെ കയറി പോണ്. എടാ അവർ കാണണ്ട. അപ്പോൾ ഫ്രണ്ട്സ് നമ്മളിത് അതിൻ്റെ ഏറ്റവും ടോപ്പിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇവിടെ നല്ല അടിപൊളി കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതാ ചെറുതായിട്ട് മഴയും പെയ്യുന്നുണ്ട്. ഇതാ അവിടെയാണ് നമ്മുടെ ഷട്ടർ വരുന്നത്. ഇപ്പോൾ അവിടേക്ക് ആളെ കയറ്റുന്നില്ല. 2 ദിവസം മുമ്പ് അവിടേക്ക് ആൾക്കാരെയൊക്കെ പ്രവേശിപ്പിച്ചിരുന്നു. പക്ഷെ ഇപ്പോൾ അങ്ങോട്ടേക്ക് പ്രവേശനം അവർ ലോക്കാക്കിയിട്ടുണ്ട് അവിടെ. പിന്നെ ഇതാ ഈ ഒരു ദ്വീപ് കണ്ടോ, ഇതൊരു ചെറിയ ദ്വീപാണ്. ഇതിലേക്കൊരു തൂക്കുപാലം മാത്രമാണുള്ളത്. അവിടെ നമുക്ക് ഒരു റിസോർട്ട് ഉണ്ട്. ആ റിസോർട്ടിൽ നമുക്ക് സ്റ്റേ ഒക്കെ അടിക്കാം. റിവർസ്റ്റേൺ ഐലൻഡ് റിസോർട്ട് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പോകാൻ നേരത്ത് ടെമ്പിളിൻ്റെ അവിടേക്കുള്ള ഡോറ് ക്ലോസ് ആയിരുന്നു. ഇപ്പോൾ അത് തുറന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നൈസിൽ ഉള്ളിലേക്ക് പോയേക്കാം. ചിലപ്പോൾ സെക്യൂരിറ്റിമാർ പിടിച്ച് ഓടിക്കും കേട്ടോ. എന്തായാലും നമുക്ക് പോയേക്കാം. ഇതാണ് ഇവിടുത്തെ ഗസ്റ്റ് ഹൗസ് ബംഗ്ലാവ്. ഇവിടുത്തെ ഈ ഡാമിലേക്ക് വരുന്ന സ്റ്റാഫിനോ അല്ലെങ്കിൽ ഓഫീസർമാർക്കൊക്കെ താമസിക്കാനുള്ള സ്ഥലമാണ്. ഇവിടെ നമുക്ക് താഴെ തന്നെയായിട്ട് ചെറിയൊരു ടെമ്പിളുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു പണ്ട് ഒരു ബോട്ടിങ്ങിനൊക്കെ വേണ്ടി സെറ്റപ്പ് ചെയ്താൽ തോന്നുന്നു. ഒരു വെള്ളത്തിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി പോകാൻ പാകത്തിനുള്ള സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പോൾ ഇവിടെ ബോട്ടിംഗ് ഒന്നുമില്ല. ബോട്ടിങ് നമുക്കിതാ അവിടെ റിസോർട്ട് ഉണ്ടെന്ന് പറഞ്ഞിരുന്നല്ലോ. ആ റിസോർട്ടിനോട് ചേർന്നുള്ള സ്ഥലത്ത് മാത്രമേ നമുക്ക് ബോട്ടിങ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതാണ് ടെമ്പിള്. ചെറിയ ടെമ്പിളാണ്. മുമ്പ് തന്നെ ഒരു നന്ദി വിഗ്രഹമൊക്കെ ഉണ്ട്. ഇവിടെ എല്ലാവരും ചെരുപ്പ് വെച്ചിട്ട് ഇവിടെ എന്തോ പൂജയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. കണ്ടോ സ്ഥലം കണ്ടോ, നമ്മാര് അടിപൊളിയാണ്. പുള്ളി വൈബാണ് ഇവിടെ. അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ ലൊക്കേഷനൊക്കെ എങ്ങനെയുണ്ട്? ഭദ്ര ഡാം അടിപൊളിയല്ലേ? ഒരു രക്ഷയില്ലാത്ത വ്യൂ ആട്ടോ ഇവിടുന്ന്. ഈവനിങ് ഒക്കെ ഇവിടെ വന്ന് ടൈം സ്പെൻഡ് ചെയ്യാനും ഇവിടെ വന്ന് ഒരുപാട് നേരം നമുക്ക് വെറുതെ ഇരുന്ന് അടിപൊളിയാക്കി പോവാം. അപ്പോൾ അവിടെ കുറേ ആൾക്കാരുണ്ടായതുകൊണ്ടാണ് മാസ്കൊക്കെ വെച്ചത്. ഇവിടെയുള്ള ആൾക്കാരൊന്നും നോർമലി മാസ്ക് ഒന്നും ഉപയോഗിക്കുന്നില്ല. ഇവർ അത്ര ബോധേടല്ല ഇവർ. ഇവിടെ ഈ ഒരു ഏരിയയിൽ കൊറോണയും പൊതുവെ കുറവാണ്. അതുകൊണ്ടും കൂടി ആയിരിക്കാം. ടൗൺ ഏരിയകളിലേക്ക് പോകുമ്പോൾ കൊറോണ ഉണ്ട്, പക്ഷേ ഈ ഒരു ഏരിയയിൽ കുറവാണ്. എന്തായാലും ഇന്നത്തെ വീഡിയോ എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ? അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ കുറിക്കാൻ മറക്കരുത്. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ആ സൈഡിലുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് ഞെക്കി പൊട്ടിച്ചേക്ക്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി മറ്റൊരു സ്ഥലത്ത് കാണുമ്പോഴേക്കും ബൈ.